പ്രൈസ് ഗോഡ്. ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രാംസ്റ്റൈനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തിയ ആളിന് ജയിൽ മോചിതനാകാനായിട്ട് റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ ഗ്രാംസ്റ്റൈൻ്റെ വൈഫ് മാപ്പ് കൊടുത്തു എന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കേട്ടൊരു കാര്യം, ഈ കൊലപാതകയായിരുന്ന വ്യക്തി മാനസാന്തരപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കാനിടയായി. എത്രത്തോളം സത്യമാണെന്നറിയില്ല. മാനസാന്തരത്തിന് സ്കോപ്പുണ്ട്. അപ്പം അത് നമ്മൾ പബ്ലിക്കലി കാണിക്കാൻ വേണ്ടിയിട്ടാണോ എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും എന്നുള്ള വചനം വന്നിരിക്കുമ്പോൾ തന്നെ ഉറപ്പല്ലേ. കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നത്. നമ്മൾ പുറമേ ഉള്ള പ്രവൃത്തിക്കകത്തൊന്നും കൗണ്ട് ചെയ്യത്തില്ല. അതല്ല ഒരു വ്യക്തിയുടെ നന്മയെ അറിയണമെങ്കിൽ മത്തായി 7:16 പറയുന്നുണ്ട്, അവൻ്റെ ഫലങ്ങളാൽ അവനെ തിരിച്ചറിയാമെന്നുള്ളത്. അപ്പം നമ്മുടെ പ്രവൃത്തിയാൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്ത് പുറപ്പെടുവിക്കുന്നു അതാണ് നമ്മുടെ മാനസാന്തരത്തിൻ്റെ പ്രൂഫ്. ഒറിജിനൽ ആണോ എങ്ങനെയാണെന്നുള്ളത്. എനിവേയ്സ്, പക്ഷേ വചനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് 1:3 ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പിന്നെ പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, സമയം അടുത്തിരിക്കുന്നു. നമുക്ക് ഈ ഒരു ഓപ്പൺ ഡോർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഒക്കെ നമ്മൾ വലിയ കൃപയിൽ ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെങ്കിൽ ഈ കതക് അങ്ങനെ അങ്ങ് തുറന്ന് ഇരിക്കത്തില്ല എന്നേക്കും. ഒരു മാർഗം രക്ഷിക്കപ്പെടാനുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. നല്ല മനുഷ്യർക്കും ദുഷ്ടപ്രവൃത്തി ചെയ്തവർക്കും എല്ലാം. നല്ലൊരു മനുഷ്യനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10 കൊർന്നേലിയോസ്. പുള്ളി ചെയ്യാത്ത ചാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെങ്കിൽ പുള്ളിക്കും സുവിശേഷം വേണമായിരുന്നു, ദ ഗുഡ് ന്യൂസ്. അതിന് ദൈവം ഒരാളെ പുള്ളിയുടെ അടുത്തേക്ക് അയച്ചു, പത്രോസ്. അപ്പം ആ ഒരു ചാപ്റ്റർ വായിച്ചാൽ നല്ലത്. വിശേഷിച്ച് അതിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളിനകത്ത് മുഴുവൻ സുവിശേഷവുമുണ്ട്. എന്താണ് ഈ സുവിശേഷം? അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ പറ്റിയാണ്. കർത്താവിൻ്റെ വരവിൽ സഭ എടുക്കപ്പെടും. ആ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് 3 പീഡനകാലം, 3 അതിപീഡനകാലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നമേ രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ഗോസ്പലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിന് വലിയ പ്രാധാന്യമുള്ള സമയമായിപ്പം. കാര്യം എന്തുവാ, ഇപ്പം ദർ ഇസ് എ ഗേറ്റ്. ഇപ്പോൾ ഒരു ഓപ്പണായിട്ടൊരു ഗേറ്റ് കിടപ്പുണ്ട്. പക്ഷെ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു മാർഗം ഉണ്ടാകത്തില്ല. ഗോഡ് ബ്ലെസ് യു.